ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് കൊല്ലം ജില്ലയിൽ പുനല്ലൂരിനടുത്ത് പൈനാപ്പിൾ ജംഗ്ഷൻ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു ദൈവദാസനെ കാണാനായിട്ട് വന്നതാണ്. പാസ്റ്ററുടെ പേര് തോമസ് സക്കറിയ. ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അതോടൊപ്പം സ്വന്തമായിട്ട് ഒരു മിനിസ്ട്രി ഉണ്ട്. ഒരു റാഫ എന്ന പേരിൽ ഒരു മിനിസ്ട്രി ഉണ്ട്. കൊയർ ടീമുണ്ട്. പല സ്ഥലങ്ങളിൽ കടന്നുപോയി കൺവെൻഷനുകൾ നടത്തുന്നു. അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗകനും പാട്ടുകാരനും അതോടൊപ്പം തന്നെ ദൈവിക വെളിപ്പാടുകൾ ഉള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് നമ്മുടെ ഒപ്പമായിരിക്കുന്നത്. ഇന്നത്തെ ഈ പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നത് നന്ദി അറിയിക്കുന്നു. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതീന. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഗോസ്പൽ TV UP എന്ന പാസ്റ്റർ സജുവിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ TV ചാനലിലൂടെ എൻ്റെ സാക്ഷ്യം കേൾപ്പാനായി എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ തോമസ് സക്കറിയ എന്നാണ്. എൻ്റെ ഭവനത്തിൽ ഞാൻ എൻ്റെ ഭാര്യ സോഫി, 2 മക്കൾ എനിക്കുണ്ട്. മൂത്ത മകൻ മനു തോമസ് സക്കറിയ, രണ്ടാമത്തെ ആൾ ജോബ് തോമസ് സക്കറിയ. ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനമായിട്ട്, ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനമായിട്ട് പുനലൂർ പൈനാപ്പിളിനടുത്ത് ശുശ്രൂഷയിലായിരിക്കുന്നു കഴിഞ്ഞ 12 വർഷമായിട്ട്. പാസ്റ്റർ ജനിച്ചു വളർന്നത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? ഞാൻ മർത്തോമ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളരുവാനിടയായത്. മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പിതാവ് ബേവിച്ചായൻ, മാതാവ് തങ്കമ്മ, എനിക്കൊരു അനിയനുണ്ട്, ഒരു പെങ്ങളുണ്ട്, മറ്റ് 5 സഹോദരന്മാർ വേറെയുമുണ്ട്. പാസ്റ്റർ പഠിച്ചതും വളർന്നതൊക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചത് വെള്ളക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പുനലൂരായിരുന്നു. കോളേജ് വിദ്യാഭ്യാസം ചെയ്യാനിടയായിരുന്നു. ഈ മാർത്തോമ സഭയിൽ നിന്ന് പിന്നീട് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? പാസ്റ്റർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു അനുഭവത്തെ കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ഞാൻ പങ്കുവയ്ക്കാം. ഞാനൊരു മർത്തോമ വിശ്വാസിയായിരുന്നു. മർത്തോമ സഭയിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും സഭയിൽ തന്നെ വളരെ കാര്യങ്ങളിൽ രാത്രിയിലൊക്കെ ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ വളരെ അലർജി ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. പെന്തക്കോസ്തുകാരെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി കൂടിയായിരുന്നു. എന്നാൽ ഞാൻ വിദേശത്തായിരുന്ന സമയത്താണ് കർത്താവ് എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനിടയായി. ഞാൻ കരുതിയിരുന്നവരും ജോലിയായിട്ടുള്ള ബന്ധത്തിൽ മസ്കറ്റിലായിരുന്നു ചില വർഷങ്ങൾ, 9ഓളം വർഷങ്ങളിൽ മസ്കറ്റിലായിരുന്നു. അവിടെ വെച്ചാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയത്. ഞാൻ ചിന്തിച്ചവരും ഞാൻ സ്നേഹിച്ചവരും എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ കണ്ടവരുമൊക്കെ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരാരും എന്നെ ഒന്ന് 1 രൂപയ്ക്ക് പോലും ഹെൽപ്പ് ചെയ്യാൻ, ഒരു വാക്കുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഞാനൊരു ഏകനായിത്തീരുന്ന ഒരു അനുഭവം മരുഭൂമിയിൽ എനിക്കുണ്ടായി. അന്ന് എനിക്ക് മനസ്സിലായി, വചനം പറയുന്നത് പോലെ. സംഭവം അത് വിവരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് വിവരിച്ചു. തീർച്ചയായിട്ടും എനിക്ക് ജോലി നഷ്ടപ്പെടാനിടയായി തീർന്നു.
ഞാൻ ജോലിയില്ലാതെ ഭാരപ്പെട്ടു. എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ ഞാൻ മസ്കറ്റിൻ്റെ പ്രദേശത്ത് ഒരു പകൽ മുഴുവനും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ എന്നെ രാവിലെ ഒരാൾ വന്ന് മറ്റൊരു ജോലിക്ക് വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെയുള്ള മസ്കറ്റിലുള്ള ബസ് സ്റ്റാൻഡിൽ ഞാൻ വന്നിരിക്കുക. നല്ല വെയിലാണ് അവിടെ. അവിടുത്തെ പൈപ്പ് വെള്ളം കുടിച്ചുകൊണ്ട് ആ ഒരു ദിവസം മുഴുവനും ഞാൻ ചെലവഴിക്കാനിടയായി. ഞാൻ ഒത്തിരി പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ കോൾ ചെയ്തിട്ട് അദ്ദേഹം ഒരു ബിസിയുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് താമസിപ്പിച്ച് വൈകിട്ട് 7 മണി ആകുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. അതുവരെയും ഞാൻ പൈപ്പ് വെള്ളം മാത്രം കുടിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം അങ്ങനെ മുന്നേറാനിടയായി. ആ രാത്രി അദ്ദേഹം വന്ന് പിന്നെ വിളിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോയി. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹം എനിക്കൊരു ചെറിയ ജോലിയൊക്കെ ക്രമീകരിച്ച് തന്നു. അതിനുശേഷം പിന്നെ 2-3 ജോലിയിലൊക്കെ പ്രവേശിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായത്. ഞാൻ പ്രതീക്ഷിച്ച പലരും എന്നെ കൈവിട്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ കൊണ്ട് ഞാൻ നിന്നോട് ഹൃദയമായി സംസാരിക്കുന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുവാനിടയായത്. അന്ന് എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിൻ്റെ സ്നേഹമെല്ലാം കപട സ്നേഹമാണ്. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി, സകലരും നമ്മളെ ലോകക്കാർ കൈവിടുമ്പോഴാണ് ദൈവം നമ്മെ കൈയേക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കണമെങ്കിൽ, ദൈവം നമ്മെ ഏറ്റെടുക്കണമെങ്കിൽ ഇവിടെയുള്ള സകല ബന്ധങ്ങൾക്കും അല്പവിഘ്നം സംഭവിക്കുമ്പോൾ മാത്രമേ ദൈവത്തെ നന്നായി അറിയാനും ദൈവം നമ്മെ നന്നായി കരുതാനും ദൈവത്തെ സ്നേഹിപ്പാനും ഇടയായി തീരത്തുള്ളൂ എന്ന് എനിക്കതിലൂടെ മനസ്സിലാകാൻ ഇടയായി. അപ്പോൾ പാസ്റ്റർ അവിടെ മസ്കറ്റിൽ വെച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അതെ. പിന്നീട് ജോലി ലഭിച്ചു. പിന്നീട് എനിക്കൊരു സുവിശേഷകനായി തീരണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകാനുള്ള കാരണം എന്താ? അതിനുള്ളൊരു ദൈവിക വിളി എന്താ? ദൈവവചനത്തിലൂടെയാണോ, വല്ല പാസ്റ്റേഴ്സിന്റെ പ്രസംഗത്തിലൂടെയാണോ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം? ഞാൻ മസ്കറ്റിൽ വെച്ചാണ് സ്നാനപ്പെടുന്നത്. മറ്റാരോടും ഷെയർ ചെയ്തിരുന്നില്ല, വീട്ടിലോടും ആരോടും. അത് സത്യമാണെന്നും അന്ന് ഞാൻ സ്നാനപ്പെട്ടത് സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്നാനപ്പെടണമെന്നുള്ളൊരു ബോധം പോലെ എൻ്റെ മനസ്സിലുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ സ്നാനക്കടവിലിറങ്ങി സ്നാനം കഴിക്കാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ മർത്തോമാ സഭയെ വളരെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് സ്നാനപ്പെട്ടതിന് ശേഷം പിറ്റേ ആഴ്ചയിൽ ഞാൻ അവിടെ മസ്കറ്റിലുള്ള മർത്തോമാ സഭയിൽ തന്നെ അവിടുത്തെ അൽമായ ശുശ്രൂഷകനായി അവിടെ ഗാല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അവിടെ രാത്രിയിലാണ് അവിടുത്തെ മീറ്റിംഗ് നടക്കുന്നത്. അവിടുത്തെ അച്ഛൻ്റെ കൂടെ മധുബായിൽ ഞാൻ ദുബക്കുറ്റിയൊക്കെ വീശി അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ഒരു രാത്രി ഒരു 8:30 ആയ സമയത്ത്, ഇതൊരു 2ാമത്തെ നിലയിലാണ് ഇത് നടക്കുന്നത്. 2ാമത്തെ നിലയിൽ ഇത് നടക്കുമ്പോൾ ഗ്ലാസ്സാണ്, ഈ മധുബായുടെ ബാഗ് മുഴുവൻ ഗ്ലാസ് ഇട്ടേക്കാണ്. അപ്പോൾ ഞാൻ ഈ ദുബക്കുറ്റിയൊക്കെ വീശി അച്ഛൻ്റെ കൂടെ നിന്ന് കുറിയലായുസനും ഒക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്നെ ബാക്കിലോട്ട് എന്നെ ആരോ ഇങ്ങനെ തിരിച്ചിട്ട് ആ ഗ്ലാസ്സിലൂടെ നോക്കുക. ഞാൻ നോക്കുമ്പോൾ റിയൽ നടക്കുന്ന കാര്യമാണ്, സ്വപ്നമല്ല. അവിടെ ചർച്ചകളുടെ വലിയ കോമ്പൗണ്ടുകളാണ്. മറ്റ് സഭകളുടെ ആൾക്കാരെല്ലാം അവിടെ ആരാധനയ്ക്ക് വേണ്ടി വരുന്ന അനേക സഭകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ബൈബിളൊക്കെ പിടിച്ച് അനേകർ അങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കാണുക. സ്വപ്നമല്ല, രാത്രി 8:30 നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്നോട് എൻ്റെ ചെവിയിൽ ദൈവാത്മാവ് സംസാരിക്കണം, നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, നീ അവരുടെ കൂടെ പോകണം എന്ന് എന്നോട് വ്യക്തമായി സംസാരിച്ചു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റാതെ ഞാൻ ആകെ ഭാരപ്പെട്ടു. ആ രാത്രി തന്നെ ആ മർത്തോമാ സഭയിൽ നിന്ന് ഞാൻ മാറി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് പിറ്റേ ആഴ്ച ഞാൻ ഒരു ആരാധന പോലും മുടക്കുന്ന സ്വഭാവം എനിക്ക് അന്നും ഇന്നും ഇല്ല. പിറ്റേ ആഴ്ച ഞാൻ വളരെ ഭാരപ്പെട്ട ആരാധന മുടക്കി ഞാൻ ഇരുന്ന സമയത്ത് എന്നെ തിരക്കി അവിടുത്തെ അച്ഛനും കമ്മിറ്റിക്കാരും എല്ലാം എൻ്റെ റൂമിൽ വന്നു. ഞാൻ നൽക്കോയർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. റൂമിൽ വന്ന് അവർ വൈകിട്ടത്തെ ആരാധന കഴിഞ്ഞ് 10 മണിയായപ്പോൾ വീട്ടിൽ വന്ന് എന്നോട് 1.5 മണിക്കൂറോളം സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞു, ബന്ധക്കോസുകാർ കള്ളന്മാരാണ്, അവിടെ ഒന്നും പോകരുത്, മോൻ ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛോ എന്നോട് ദൈവാത്മാവ് അവിടെ നിന്നോട് സംസാരിച്ചു, മധുബകയിൽ നിന്ന് സംസാരിച്ചു, നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, നീ അവരോട് പോകണം, അതുകൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. കമ്മിറ്റിക്കാരൊക്കെ എന്നെ ഒത്തിരി നിർബന്ധിച്ചെങ്കിലും അച്ഛൻ എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് വേർതിരിച്ച് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോനെ നീ എടുത്ത തീരുമാനമാണ് യഥാർത്ഥ തീരുമാനം, എനിക്കത് പൊതുവിൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ ആ പാതയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് അച്ഛൻ എനിക്കൊരു പ്രത്യേക ഒരു ഹെൽപ്പും കൂടെ ആ സമയത്ത് എനിക്ക് തന്നു. അപ്പോൾ കുറച്ചുകൂടെ ധൈര്യം എനിക്കുണ്ടായി. പിറ്റേന്ന് മുതൽ ഞാൻ മർത്തോമാ സഭയിൽ നിന്ന് വിട്ടിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അന്ന് പിറ്റേന്ന് വൈകിട്ട് തന്നെ മറ്റൊരു അനുഭവം കൂടെ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞങ്ങൾ കുടുംബമായിട്ട് അവിടെയുണ്ട്. അന്ന് വൈകിട്ട് അവിടെ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വൈകിട്ട് ഒരു 5 മണിക്ക് ഒരു റൗണ്ട് ബോട്ടിലൂടെ ഞങ്ങളിങ്ങനെ നടന്ന് വാഹനങ്ങൾ വരുന്ന സ്ഥലത്തൂടെ നടന്നു പോകുമ്പം ഒരു വാഹനം വന്ന് ഞങ്ങളുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് അതിനകത്തുനിന്ന് പുനലൂരിലുണ്ടായിരുന്ന ഒരു ഉപദേശിയാണ്. ഞങ്ങളെ എങ്ങനെയോ പുള്ളിക്ക് അറിയാം, പക്ഷെ ഞാനൊരു വിശ്വാസിയായെന്നോ അല്ലെങ്കിൽ ഞാനൊരു സ്നാനപ്പെട്ടവനാണെന്നോ ഒന്നും പുള്ളിക്ക് അറിയത്തില്ല. ഒരു പരിചയക്കാരനായിരുന്നു. പുള്ളി അവിടെ വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് എന്നൊക്കെ എന്നോട് പരിചയപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, വൈകിട്ടൊരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്,
ഒരു ഡോക്ടറുടെ ക്ലിനിക്കിലാണ് ആ മീറ്റിംഗ് അവിടെ നടക്കുന്നത്. അവിടെ വരണം, ഞാനാണ് അവിടെ പ്രസംഗിക്കുന്നത്, നിങ്ങളവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ മർത്തോമ സഭയെ പോകുന്നില്ലെന്ന് തീരുമാനം എടുത്തെങ്കിലും പെന്തക്കോസ്തുകാരോട് പോകാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു. എങ്കിലും എന്തോ എനിക്കറിയത്തില്ല, എൻ്റെ വൈഫ് അന്ന് സ്നാനപ്പെട്ടിട്ടില്ല. എന്നാൽ വൈഫ് നിർബന്ധമായിട്ട് പറഞ്ഞു, വെച്ചാൽ നമുക്കവിടെ പോകാം, അവർ വിളിച്ചതല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ അവിടെ ചെല്ലുന്നു. അന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്നു. ഭയങ്കര ശബ്ദത്തോടെ അവർ ആത്മാവിൽ ആരാധിക്കുകയും കൈകൊട്ടുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്ന കേട്ടപ്പോൾ ഞാനവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചു, ഇത്രയും ശബ്ദത്തിൽ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവത്തിൻ്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാനിങ്ങനെ മനസ്സുകൊണ്ട് അതൊക്കെ ചിന്തിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയിരുന്നു. അന്നൊരു പ്രവാചകനും കൂടെ ആ സഭയിൽ ഗസ്റ്റായിട്ട് വന്നിരുന്നു. 2 ഉപദേശിമാരുണ്ടായിരുന്നു. പ്രവാചകൻ പ്രവചിച്ച അനേകരോട് പ്രവചനം പറഞ്ഞു. അതിനുശേഷം ആ മീറ്റിംഗ് അവസാനിച്ചു. എന്നോട് പ്രവാചകൻ അന്നേരം ഒന്നും പറഞ്ഞില്ല മീറ്റിങ്ങിൽ വെച്ച്. എന്നാൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പ്രവാചകൻ എന്നെ വിളിച്ച്, മീറ്റിംഗ് കഴിഞ്ഞപ്പം എല്ലാവരും കാപ്പി കുടിക്കാനൊക്കെ പോയ സമയത്ത് എന്നെ പേഴ്സണലി ആ പ്രവാചകൻ എന്നെ വിളിച്ചൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എന്നെ തല്ലാനോ അടിക്കാനോ മറ്റെന്തെങ്കിലും പറയാനാണോ എന്നൊക്കെ ചിന്തയൊക്കെ എനിക്കുണ്ടായി. കഥയൊക്കെ അടച്ചിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് മുട്ടുമേ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടുമേ ഇരുന്നു. പുള്ളി എൻ്റെ തലയെ കൈവച്ചിട്ട് എനിക്ക് ഒരു പ്രത്യേക ദൂത് എനിക്ക് തന്നു. ദൂത് തന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഉപയോഗിക്കും. അതിന് പ്രത്യേക ഒരു ദൂതാണ് എന്നോട് പറഞ്ഞത്. ആ ദൂത് പറഞ്ഞിട്ട് എന്നെ ധൈര്യപ്പെടുത്താനിടയായിട്ട് നിന്നെ ഒരു ശുശ്രൂഷകനായി ഞാൻ കണ്ടിരിക്കുന്നു, നീ എൻ്റെ വേല ചെയ്യണം എന്ന് കർത്താവിൻ്റെ ആഗ്രഹത്തെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പൊതുവിൽ സംസാരിക്കാതിരുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക അനോയിൻറ്റിങ് ഉണ്ടായതുകൊണ്ടാണ് പേഴ്സണലി വിളിച്ചുകൊണ്ടത് സംസാരിച്ചത് എന്നോട് പറഞ്ഞു. ഓക്കെ, ഞാനത് അന്നേരം ഏറ്റെടുത്തു സന്തോഷത്തോടെ. എങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ചിന്ത, ഇവരിനെയും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞാണോ അതോ ഇങ്ങനെ ചുമ്മാതെ പറഞ്ഞതാണോ എന്താണെന്ന് എനിക്കറിയാം. അന്നൊക്കെ ഒത്തിരി ഇങ്ങനെ പലതിനെക്കുറിച്ചും ഇങ്ങനെ കൂടുതൽ അറിയാൻ വേണ്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു ഞാൻ. പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കുകയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ പോയി. പിന്നെ എൻ്റെ വൈഫിന് ആ മീറ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് അവൾ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഇനി നമുക്ക് ഈ മീറ്റിങ്ങിലേക്ക് പോയാൽ മതി. അതെനിക്കൊരു വലിയ അതിശയമായി പോയി. കാര്യം അവളും ഭയങ്കര മർത്തോമക്കാരിയായിരുന്നു. അവൾക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു എന്ന് എനിക്കൊരു ചിന്ത വന്നു. പക്ഷേ അവൾ പറഞ്ഞു, ഇനി നമുക്ക് അങ്ങോട്ട് മർത്തോമയിലോട്ട് പോകണ്ട, ഇവളുടെ മീറ്റിംഗ് മാത്രം പോയാൽ മതി എന്ന് പറയുകയും പിന്നുള്ള മീറ്റിങ്ങുകളെല്ലാം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ നിന്ന് പ്രവാചകന്മാരായിട്ടുള്ള ആൾക്കാർ മാറിയും തിരിഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ ഓരോരുത്തരോട് ഇങ്ങനെ ദൂത് പറയും, തലയെ കൈവച്ചിട്ട് പ്രവചനമൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, കഴിഞ്ഞ മാസം എന്നോട് ദൂത് പറഞ്ഞ ആ ദൈവദാസൻ പറഞ്ഞ ദൂത് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അങ്ങ് ആണ് എന്നോടത് സംസാരിച്ചതെങ്കിൽ ഇന്ന് വന്ന ഈ ദൈവദാസനും അതേ ദൂത് എന്നോട് സംസാരിക്കണം. നിർബന്ധമായിട്ടും ഞാനത് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ആ ദിവസം ആ റൂമിലിരുന്ന എല്ലാവരോടും പലരോടും ആ ദൈവദാസൻ ദൂത് പറഞ്ഞു, തലയെ കൈവച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നോട് മാത്രം പറഞ്ഞില്ല. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, ഇത് നേരത്തെ പറഞ്ഞത് കള്ളത്തരമായിരിക്കാം, ചുമ്മാതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് വല്ലാതെ ഒന്ന് വ്യാകുലപ്പെട്ടു. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു, ഇത് യഥാർത്ഥ ദൈവാത്മാവാണെങ്കിൽ എന്നോട് അന്ന് പറഞ്ഞ അതേ ദൂത് പറയണമെന്ന് നിർബന്ധം പിടിച്ചു, ഒരു കൊച്ചിനെ പോലെ. എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞു പോയി. ഓരോരുത്തരായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ആ കതവിനടുത്തേക്ക് പോകുമ്പോൾ ആ വന്ന ദൈവദാസൻ എന്നെ കൈകൊട്ടി വിളിച്ചു, ബ്രദർ അവിടെ നിൽക്കണം, പോകരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുവാന്ന് ചോദിച്ചു. നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്, പക്ഷേ പൊതുവിൽ അത് പറയേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയാഞ്ഞത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ റൂമിൽ വെച്ച് നേരത്തെ 1 മാസം മുമ്പ് ഒരു ദൈവദാസൻ എന്നോട് എന്ത് ദൂത് പറഞ്ഞോ അതേ ദൂത് തന്നെ ഒരു വാക്കുപോലും വ്യത്യാസം വരുത്താതെ എന്നോട് ആ ദൈവദാസന് ദൂത് പറയാൻ ഇടയായി. അന്ന് ഞാൻ ഉറച്ചു, ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ദൈവം എന്നെ കണ്ടിരിക്കുന്നത്. കാര്യം ഈ വന്ന ദൈവദാസന് ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അന്ന് ഞാൻ ആ കേട്ട ദൂത് ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല. അത്ര വലിയൊരു ദൂതാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ ആ ദൂത് തന്നെ കിട്ടിയപ്പോൾ ഞാൻ മനസ്സിൽ ഉറച്ചു, തീർച്ചയായിട്ടും ദൈവം എന്നെ ആ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വരാനായിട്ട് പൂർണ്ണമായി തീരുമാനിക്കുകയും എന്ന് കർത്താവ് വിളിച്ചോ അന്ന് മുതൽ ശക്തമായി കർത്താവിന് വേണ്ടി എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. റിയലായിട്ട് ഞാൻ ദൈവത്തോട് അങ്ങനെ തന്നെ പറയും, കർത്താവ് എന്നോട് എന്ത് പറയുന്നു അത് അതുപോലെ ചെയ്യും. ഒന്നിലും ഒരു മായം ചേർക്കാനോ കള്ളത്തരം കാണിക്കാനോ ഒന്നിനും ഞാൻ തയ്യാറല്ല. ദൈവം എന്നോട് എന്ത് പറയുന്നു അത് ഞാൻ അതുപോലെ ചെയ്യുമെന്ന് തീരുമാനമെടുത്തിട്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാനിടയായത്. ഇപ്പോൾ മസ്കറ്റിലുള്ള ജോലി ഉപേക്ഷിച്ചു. യെസ്. പിന്നീട് എന്താണ് ചെയ്തത്? മസ്കറ്റിലുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. ഇനി എനിക്ക് ഗൾഫ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ തിരിച്ചിവിടെ വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ നാട്ടിലൊരു ചെറിയ അന്നും സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞു ഈ കാര്യങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ മസ്കറ്റ് എൻ്റെ ഏകദേശം ഒരു 27-28 വയസ്സിലാണ് സംഭവം. അപ്പോൾ ഞാൻ മസ്കറ്റിൽ നിന്ന് ജോലിയൊക്കെ രാജിവെച്ച് വന്നു.
വീട്ടുകാർ ഇത് അറിഞ്ഞായിരുന്നോ? എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞിരുന്നു. വേറെ മാതാപിതാക്കളൊക്കെ അപ്പച്ചൻ പിന്നെ അറിഞ്ഞിരുന്നു. അപ്പം അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഈ ഒരു വിശ്വാസത്തിലേക്ക് പോകുന്ന ചേട്ടന്മാർക്കും. അത് ഞാൻ കൈവിട്ട് പോയല്ലോ എന്നൊരു ചിന്തയായിപ്പോയി അവർക്ക്. ഞാൻ ആയിരുന്ന മാർത്തോമ സഭയിലുള്ള ആൻറ്റിമാരും എന്നെ കാണുന്നവരെല്ലാവരും പറയും, മോനെ നീ എന്തിനാ പോയത്, തിരിച്ചു വരണം. കാര്യം ഞാൻ സഭയിൽ വളരെ ആക്റ്റീവായിരുന്നു. പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും ആത്മായ ശുശ്രൂഷയിലും ഒക്കെ വളരെ ശക്തമായിട്ട് പ്രയോജനപ്പെടാനിടയാകുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ശക്തമായി മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മോൻ മടങ്ങി വരണം. അങ്ങനൊരു സംഭവം ഞാൻ വേറെ എങ്ങും കേട്ടിട്ടില്ല. അവരെന്നോട് വളരെ സ്നേഹമാണ്. ഞാൻ ഇത് പോയി കഴിഞ്ഞപ്പോൾ എപ്പോഴും എന്നെ കാണുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മടങ്ങി വരണം. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ, പക്ഷേ ഞാൻ അങ്ങോട്ടല്ല, നിങ്ങൾ ഇങ്ങോട്ടായിരിക്കും വരുന്നത് എന്ന് ഞാൻ ധൈര്യത്തോട് അവരോട് പറയാനിടയായി തീർന്നു. അങ്ങനെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്നു. ചെറിയൊരു ബിസിനസ്സൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അന്ന് കുടുംബമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയാതെ, ഒരു സ്റ്റെപ്പ് വെക്കാൻ അറിയാതെ ഞാനിങ്ങനെ ഭാരപ്പെട്ടിരിക്കുകയാണ്. ആയിരിക്കുന്ന സമയത്ത് എന്നോട് വീണ്ടും ഒരു നിർബന്ധത്തോടെ വീണ്ടും ഗൾഫിലേക്കൊരു യാത്രയ്ക്ക് പോകണമെന്നുള്ളൊരു തീരുമാനം. അപ്പം പണ്ടൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട്, എൻ്റെ ജ്യേഷ്ഠനായിരുന്നു എന്നെ കൊണ്ടുവരുന്നത്. അപ്പം സ്വന്തമായിട്ട് നമ്മൾ ലേബർ കാർഡ് അടിക്കുകയും സ്വന്തമായിട്ട് അറബിക്ക് പൈസ കൊടുക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചത്. അപ്പോൾ ഒരാഗ്രഹം, മറ്റുള്ള കമ്പനിയിലൊക്കെ ആൾക്കാർ ആ കമ്പനിയുടെ ചിലവിൽ അക്കോമഡേഷൻ, കമ്പനിയുടെ ചിലവിൽ വിസ, ടിക്കറ്റ് ഇതെല്ലാം ലഭിക്കുന്ന എനിക്ക് എല്ലാവരെയും കാണാൻ എനിക്ക് കഴിയുന്നതുകൊണ്ട് എനിക്കൊരു വലിയ കൊതി തോന്നി. അങ്ങനെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്നൊരു കൊതി തോന്നി. അങ്ങനെ ഞാൻ ജോലിയില്ലാതെ ചില ദിവസങ്ങൾ മസ്കറ്റിലായിരുന്ന ചില ദിവസങ്ങളിൽ ഒരു സഭയിൽ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ഒരു സഹോദരി ആത്മാവിൽ എന്നോടൊരു ദൂത് പറഞ്ഞു, നിനക്ക് ഇപ്പോൾ ജോലിയില്ലെങ്കിൽ നീ വിഷമിക്കേണ്ട, ടൈ കെട്ടിയ ഒരു ജോലി ദൈവം നിനക്ക് വെച്ചിരിക്കുന്നു, അത് ദൈവം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ഞാൻ വീണ്ടും ഗൾഫിലേക്ക് ചെല്ലുന്ന സമയത്ത് ടൈ ഒക്കെ കെട്ടി ഇൻ്റർവ്യൂവിന് ഒത്തിരി പോകാനിടയായി. അങ്ങനെ ചെന്നപ്പോൾ അവിടെ ആ ടൈ കെട്ടിയ ജോലിയൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നാൽ ഒരു വർഷത്തേക്കിനൊരു താൽക്കാലിക ജോലി കിട്ടിയിട്ട് വീണ്ടും ആ ജോലി ഉപേക്ഷിച്ച് വീണ്ടും ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പേപ്പർ എനിക്ക് കിട്ടി. ആ പേപ്പറിലൂടെ ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊണ്ട് കൊടുത്തു അപ്ലൈ ചെയ്യാനിടയായി. 120 പേര് ഇൻ്റർവ്യൂ ചെയ്തതിനകത്ത് ഞങ്ങൾ 20 പേരെ സെലക്ട് ചെയ്തു. ഡ്രൈവർ വിസയിലാണ്. അടുത്ത ഞാൻ പോകുന്നത് ഖത്തറിലേക്കാണ് പോകുന്നത്. ഡ്രൈവർ വിസയിലേക്ക് പോകാനിടയായി തീർന്നു. അവിടെ ചെന്നു. ആദ്യ റൗണ്ടിൽ തന്നെ വലിയൊരു കമ്പനി, ഗവൺമെൻറ്റിൻ്റെ കമ്പനിയിൽ ജോലി കിട്ടി. ഏകദേശം 50,000 രൂപയോളം മാസ ശമ്പളവും പിന്നെ അല്ലാതെ ലഭിക്കുന്ന ശമ്പളങ്ങളും ടിപ്പുകളും ഒക്കെയുള്ള എയർപോർട്ടിലും വലിയ വലിയ ഹോട്ടലുകളിലുമാണ് ഞങ്ങൾക്ക് അവിടെ ജോലി ലഭിച്ചത്. ഞാൻ ഒരു വർഷമേ അവിടെ നിന്നുള്ളൂ. പക്ഷേ ഞാൻ അവിടെ ഈ ലൈസൻസൊക്കെ കിട്ടി വണ്ടിയൊക്കെ ആയി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറയുകയാണ്, ഇവിടെ നിന്നാൽ പറ്റത്തില്ല, എനിക്ക് നാട്ടിൽ പോകണം. എന്തോ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ എനിക്ക് അവിടെ പറ്റുന്നില്ല. എന്തോ അവിടുത്തെ സഭയിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. ഞാൻ കർത്താവിനോടൊരു ഉടമ്പടി ചെയ്തു, കർത്താവെ ഇവിടെ നിന്നാൽ എൻ്റെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന എനിക്കൊരു തോന്നൽ. കാര്യം രാത്രി നൈറ്റ് ഡ്യൂട്ടിയൊക്കെയാണ്. രാവിലെ ചർച്ചിൽ പോകാൻ രാവിലെ വരുമ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോവും. രാവിലെ 5 മണി വരെയും വർക്ക് ചെയ്യണം. വലിയ ബുദ്ധിമുട്ട്. കാര്യം 12 മണിക്ക് ഒരേപോലെ വാഹനത്തിലിരിക്കണം. അങ്ങനെയുള്ള യാത്രയാണ്. ഞാൻ കർത്താവിനോട് ഉടമ്പടി ചെയ്തു, കർത്താവ് നീ എനിക്ക് ഇവിടെ 50,000 രൂപ ശമ്പളമായിട്ട് തരുന്നുണ്ട്, അല്ലാതെ പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നാട്ടിൽ എന്നെ അയച്ച് എനിക്കൊരു 25 രൂപ മാസം തന്നാൽ മതി, എന്നെ നാട്ടിൽ അയക്കണം. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എന്നെ കണ്ടിട്ടുണ്ടെന്ന് ദൂതുമുണ്ടല്ലോ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചോളാം, എന്നെ നാട്ടിലേക്ക് അയക്കണം. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് പോരാൻ തീരുമാനിച്ച അവിടെയുള്ള സഭയും ബാക്കിയുള്ളവരെല്ലാം എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അവർ പറഞ്ഞു, ഇത്ര നല്ലൊരു ജോലി, ഒരു ഗവൺമെൻറ് ജോബിൽ ഒരു കമ്പനി നല്ലൊരു ജോലിയും ഇനി അങ്ങോട്ട് സാലറി കൂടിയും ഒക്കെ ലഭിക്കുമ്പോൾ അവരുടെ സഭയ്ക്ക് ഞാൻ വലിയൊരു കൈത്താങ്ങലായിരുന്നു. ആൾക്കാരെയൊക്കെ വാഹനത്തിൽ കൊണ്ടുപോകാനും ഒക്കെ എല്ലാ ദിവസങ്ങളിലും എന്നെ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ടും അവർക്ക് വലിയ സന്തോഷമായിരുന്നു. പോകല്ലെന്ന് ഒത്തിരി എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒട്ടും നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാനങ്ങനെ നാട്ടിലേക്ക് മടങ്ങി വന്നു. നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു തീക്ഷ്ണത, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തീരുമാനമായി. അപ്പോൾ ഈ ദൈവവിളി അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുടുംബമായിട്ടിരിക്കുന്നു, വേറെ സാമ്പത്തിക വഴികളൊന്നും വേറെ ആയിട്ടില്ല, എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെയാണ് ഒരു ടീം ഫോം ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു മ്യൂസിക്കൽ പാട്ട് പാടാൻ അല്പം കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടൊരു മ്യൂസിക്കൽ ട്രൂപ്പ് വേണമെന്ന് ദൈവത്തോട് ആഗ്രഹിച്ചു. അതിൻ്റെ ഒരു പേര് കൊടുക്കാനായിട്ട് പല പേരുകളും എൻ്റെ മനസ്സിൽ വന്നെങ്കിലും ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അനേകർ പാട്ട് പാടുന്നുണ്ട്, യേശുദാസ് പാട്ട് പാടുന്നുണ്ട്, അവാർഡ് വാങ്ങുന്നുണ്ട്, പക്ഷേ യേശുദാസ് പാട്ട് പാടി ആരും ആത്മാവിലായിട്ടില്ല. യേശുദാസ് പാട്ട് പാടി ആരും ഒരു രോഗി സൗഖ്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ പാടുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, അനേകർ അഭിഷേകം പ്രാപിക്കണം, അനേകരുടെ ഭൂതങ്ങൾ വിട്ടുപോകണം. ഞാനൊരു തീരുമാനം ദൈവത്തോട് പറഞ്ഞു. ദൈവം എനിക്ക് റാഫ എന്ന പേരിലൊരു പേരെന്നെ എഴുതി കാണിപ്പാനിടയായി. ആ പേര് ടീമിനിടാനിടയായി. റാഫ, സൗഖ്യമാക്കുന്ന യഹോവ റാഫ, ആ പേരിടാനിടയായി തീർന്നു. പേര് മാത്രമേ ഇട്ടുള്ളൂ, വേറെ 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല.
ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വലിയ മുതലാളി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വിശ്വാസിയാണ്, ഇളമ്പൽ ദൈവസഭയുടെ അംഗം കൂടിയാണ്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചു, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നിൻ്റെ ആഗ്രഹം എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു മ്യൂസിക്കൽ ട്രൂപ്പ് നടത്താൻ ആഗ്രഹമുണ്ട് അച്ഛാ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ആദ്യമൊക്കെ അദ്ദേഹം പറഞ്ഞു എൻ്റെ എസ്റ്റിമേറ്റൊക്കെ തരാൻ പറഞ്ഞു. എന്നാൽ അതിനുശേഷം അദ്ദേഹം പിന്നെ കുറച്ച് നാളത്തേന് അദ്ദേഹം മറന്നുപോയി. അതിനുശേഷം അദ്ദേഹം ഒരു 20,000 രൂപ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു സംരംഭം തുടങ്ങാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് വാങ്ങാൻ പറഞ്ഞു. അദ്ദേഹം 20,000 രൂപ എൻ്റെ കയ്യിൽ തന്നു. ഞാനൊരു മിക്സറാണ് ആദ്യമായിട്ട് വാങ്ങുന്നത്. അതിനുശേഷം വാടകയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് പ്രോഗ്രാമുകളൊക്കെ ആ സമയങ്ങളിൽ ദൈവം ഓരോരുത്തർത്തുനിന്ന് കൊണ്ടുതരാനിടയായി. അനേക കൺവെൻഷനുകൾ, അനേക വിവാഹ ശുശ്രൂഷകൾ, അനേക ഫ്യൂണറൽ സർവീസുകൾ, അനേക പരസ്യ മീറ്റിങ്ങുകളിലൊക്കെ കടന്നു പോകാൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പല സഭകളിൽ ഞങ്ങളെ വിളിക്കാനിടയായി. ഒരു മാസത്തിൽ തന്നെ മിനിമം ഒരു 20ഓളം പ്രോഗ്രാമുകൾ ചെയ്ത വർഷങ്ങൾ എനിക്കുണ്ട്. അന്ന് ഞാനിങ്ങനെ ഓർക്കും, ദൈവത്തോട് അന്ന് അവിടെ വെച്ച് പറഞ്ഞു 25,000 രൂപ എനിക്ക് മാസം തന്നാൽ മതി, ഞാൻ നാട്ടിൽ പോകാമെന്ന്. ദൈവം എന്നെ ഞെട്ടിച്ചു. അതിൻ്റെ എത്രയോ ഇരട്ടി പൈസ, ലക്ഷങ്ങളോളം പൈസ എനിക്ക് മാസം എൻഡിങ്ങിൽ വരത്തക്ക രീതിയിൽ ദൈവം എന്നെ ആ മിനിസ്ട്രിയിലൂടെ അനുഗ്രഹിക്കാനിടയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അങ്ങനെ ആ പേരിൽ ഒരു സഭ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന സഭയിൽ നിന്ന് ആ പാസ്റ്ററോട് ഞാൻ ചർച്ച ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ഇപ്പോഴും അങ്ങനൊന്നും പോകരുത്, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ആ നിർബന്ധം ഉള്ളിൽ കടന്നതുകൊണ്ട് ഒരു ബൈബിൾ സ്റ്റഡി നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഒരു ചൊവ്വാഴ്ച വൈകുന്നേരങ്ങളിൽ ഒരു ബൈബിൾ സ്റ്റഡി നടത്താനായിട്ട് പുനലൂരിൻ്റെ അടുത്തുള്ള പൈനാപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു ഹോൾ ദൈവം ഞങ്ങൾക്ക് തന്നു. അതൊക്കെ വലിയ അത്ഭുതമാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു വ്യവസായിയുടെ സ്ഥലമാണ്. അവർ ഓർത്തഡോക്സുകാരാണ്. തോമസ് വൈദ്യൻ എന്ന് പറയും, പേര് പറയുന്നത് ക്ഷമിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ഹോള് ഇവിടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. വലിയൊരു ഹോള്, 500 പേർക്ക് ഇരിക്കാവുന്നൊരു ഹോളാണ്. ഞാൻ ആ സാറിനെ കണ്ടുപിടിച്ച് അവിടെ ചെന്നു. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു, ഇതുപോലെ ഒരു ബൈബിൾ സ്റ്റഡി നടത്താനാണ് സാറേ, ഹോൾ എനിക്കൊന്ന് വിട്ടു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് തറനിരപ്പിൽ നിന്ന് ഒരു 2.5 അടി താഴെയാണ് അത് ചെയ്തേക്കുന്നത്. അവരെ കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടി ഒരു വലിയ ഹോൾ അവർ ചെയ്തിട്ടതാണ്. പക്ഷേ അത് എല്ലാ വർഷവും ജൂൺ ആകുമ്പോൾ മഴ സമയത്ത് ഊറ്റ് അടിയിൽ നിന്ന് മേളിലേക്ക് പോകും. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, പാസ്റ്റർ എന്നാ ചെയ്യുന്നത് എനിക്കറിയില്ല, എനിക്ക് വാടകയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ തരണ്ട, ചെറിയ ഒരു എന്തെങ്കിലും പാസ്റ്റർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു ചെറിയ 1000 രൂപ ഒരു റെൻറ്റിൽ വലിയൊരു ഹോള് റോഡ് സൈഡിൽ, മെയിൻ റോഡ് സൈഡിൽ അദ്ദേഹം ഞങ്ങൾക്ക് തരാനിടയായി. എന്നാൽ അവിടെ ഞങ്ങൾ 3 വർഷത്തോളം ദൈവത്തെ ആരാധിച്ചു. എല്ലാ വർഷങ്ങളിലും ജൂൺ ആകുമ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങി വരാനിടയാവും. പൊങ്ങി വരുമ്പോൾ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തണമേ, ഞങ്ങളെ വെള്ളം ഇങ്ങനെ ഊറ്റില്ലാത്തൊരു സ്ഥലത്ത് ദൈവത്തെ ആരാധിപ്പാൻ. വെള്ളത്തിൽ നിന്ന് ആരാധിച്ച ദിവസങ്ങളുണ്ട്. എന്നാൽ നല്ല വെള്ളമാണ്, ഊറ്റാണ് വരുന്നത്. ഞങ്ങളുടെ പാൻറ്റും വസ്ത്രങ്ങളെല്ലാം നനഞ്ഞ് ഞങ്ങൾ ആരാധന അവിടെ നിന്നിട്ടുണ്ട്. കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടിട്ട് പറഞ്ഞു 2018 ഒരു സഭാഹോള് പുതിയത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഈ വർക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആരോടും പോയി ഒരു പൈസ ചോദിച്ച് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എന്നാൽ ദൈവാത്മാവ് എനിക്കൊരു ദർശനം തന്നു, ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്ത് ഇത് ചെയ്യാവുന്നൊരു ആഗ്രഹം തന്നു. അങ്ങനെ അനേക പാട്ടുകാരെ 21ഓളം വരുന്ന പ്രഗത്ഭരായ ഗായകരെ വിളിച്ച് ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ടിക്കറ്റ് വെച്ചൊരു പ്രോഗ്രാം ചെയ്തു. ഏകദേശം 6 ലക്ഷം രൂപയോളം അതിൽ പിരിച്ചെടുക്കാനിടയായി. ഞങ്ങളുടെ ചിലവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് 4 ലക്ഷം രൂപ ഞങ്ങൾക്ക് മിച്ചം വന്നു. ആ 4 ലക്ഷം രൂപയും ബാക്കി അന്നുണ്ടായിരുന്ന കുറച്ച് ദൈവമക്കളുടെ ചേർന്ന് ഏതാണ്ട് 7.5 ലക്ഷം രൂപയ്ക്ക് ഒരു സഭാ ഹോള് ആ ബിൽഡിങ്ങിൻ്റെ തന്നെ ടോപ്പിൽ 3ാമത്തെ നിലയിൽ സ്വന്തമായി പണിഞ്ഞെടുക്കാൻ ദൈവം കൃപ നൽകി. ആ ടോപ്പ് സ്ഥലം സാറ് ഞങ്ങൾക്ക്, അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടു തന്നു. അദ്ദേഹം ഒരു ഓർത്തഡോക്സുകാരനാണ്. എന്നാൽ അതിനകത്തൊരു അതിശയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്നാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വൈഫ് സ്നാനപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായി അനുകൂലമായി നിൽക്കുവാനിടയായി. അവിടെ സഭാകൂടെ 2018 ദൈവം തന്നു. അനേക ആത്മാക്കളെ ദൈവം തന്നു. അനേക സ്നാനങ്ങൾ അവിടെ നടന്നു. അത്ഭുത രോഗസൗഖ്യ വിടുതലുകൾ ദൈവം അവിടെ തന്നു. അനേക ഞങ്ങളുടെ മിനിസ്ട്രിയെ ദൈവം വർദ്ധിപ്പിച്ചു. ഞാനിന്ന് ആലോചിക്കുകയാണ്, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമുക്കിതൊന്നും അത്ര ഗൗരവമായിട്ട് തോന്നത്തില്ല. പക്ഷേ ആ വിളിയുടെ പിന്നിൽ എത്രയോ അനുഗ്രഹങ്ങൾ, നന്മകൾ, ശുശ്രൂഷകൾ ദൈവം തന്ന് മാനിക്കുന്നു. ഈ കരങ്ങൾ കൊണ്ട് അനേകരെ സ്ഥാനപ്പെടുത്താൻ ദൈവം കൃപ നൽകി. അനേക രോഗികൾക്ക് ദൈവം സൗഖ്യം കൊടുത്തു. അങ്ങനെ അനേക അനോയിൻറ്റിങ് ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം ഈ കാലഘട്ടങ്ങളിൽ കൃപ നൽകി. പാസ്റ്ററെ, ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ പ്രവർത്തനം ഞങ്ങൾക്ക് സഭാ ശുശ്രൂഷ, സഭാ മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാ സൺഡേയിലും ഞങ്ങൾ ഒരു മുടക്കവും കൂടാതെ, ചില മഴയോ മറ്റ് അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, പരസ്യ മീറ്റിങ്ങുകൾ ഈ ദേശത്തിൻ്റെ ഏത് ഭാഗത്തും
ഞങ്ങൾ കടന്നു ചെന്ന് ലാഭേച്ഛ കൂടാതെ ഞങ്ങൾ സ്വന്തമായിട്ട് ദൈവം ഞങ്ങൾക്ക് അതിനുള്ള ഇൻസ്ട്രുമെൻസും വാഹനങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അതിലൂടെ പരസ്യ മീറ്റിങ്ങുകൾ എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്നുണ്ട്, അല്ലാത്തയുടെ സമയങ്ങളിലും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഒരു ട്രൂപ്പ് നമുക്കുണ്ട്, റാഫ. അത് വിവിധ തരങ്ങളിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മിനിസ്ട്രി നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ വിവിധ സ്ഥലങ്ങളിൽ അവരോടൊപ്പം പല മിനിസ്ട്രി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. പാസ്റ്ററോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഒരു 5ഓളം ദൈവദാസന്മാർ എൻ്റെ കൂടെയുണ്ട്. അവർ ശുശ്രൂഷയിൽ ഏറ്റവും എനിക്കൊരു കൈത്താങ്ങലാണ്. അവരും ഞങ്ങളും ചേർന്ന് അനേക പ്രവർത്തനങ്ങൾ ദേശത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാസ്റ്ററുടെ ഈ സഭ അതൊരു ഇൻഡിപെൻഡന്റ് ചർച്ചാണോ അതോ മറ്റേതെങ്കിലും ചർച്ചുമായി ചേർന്നാണോ പ്രവർത്തിക്കുന്നത്? ആദ്യം സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റാഫ വർഷി സെൻ്റർ എന്ന പേരിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു ദർശനം ലഭിച്ചു, അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. എന്നാൽ അത് ചർച്ചക്കോടിലേക്ക് ലയിച്ച് മുളക്കഴ ചർച്ചക്കോടിൻ്റെ അണ്ടറിൽ പുനലൂർ സെൻറ്ററിലാണ് ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എത്ര വർക്കുണ്ട് പാസ്റ്റർക്ക്? ഒറ്റ വർക്കുള്ളൂ? 2-3 മിഷൻ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അവിടെയുള്ള ദേവദാസന്മാർ അവിടെ പോയി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ആൾ കുറഞ്ഞതുകൊണ്ട് 1-2 സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ നമ്മുടെ സഭയിൽ തന്നെയുള്ള ദേവദാസന്മാർ 1-2 പ്രവർത്തനങ്ങൾ അല്ലാത്തയിടങ്ങളിൽ ചെയ്യുന്നുണ്ട്. പാസ്റ്ററുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ആത്മീയ മേഖലകളിൽ ഇന്ന ആളുകളുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാം, അവരുടെ വേദ പരിജ്ഞാനം, അവരുടെ ഡിസിപ്ലിൻ, പ്രാർത്ഥനാ ജീവിതം, ഇങ്ങനെയുള്ള ചില വ്യക്തികളുടെ പേരൊന്നും പറയാമോ? വ്യക്തികളുടെ പേര് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അനേക സഭകൾ വിസിറ്റ് ചെയ്ത് സഭാ ശുശ്രൂഷ ദൈവം എന്നെ അങ്ങനെ ഒന്ന് പഠിപ്പിക്കാനും കൂടി ഇടയായി തീർന്നു. പിന്നെ ഒരു വ്യക്തികളെന്ന് വ്യക്തമായി അങ്ങനെ പേര് പറയാൻ അങ്ങനെ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ ഞാൻ ഏത് നല്ലതെന്നുള്ളത് തിരഞ്ഞെടുക്കും. അത് മാതൃകാപരമായി ആര് ചെയ്യുന്നോ അവരെ ഞാൻ പിൻപറ്റാറുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പ്രയാസമായി പോകുന്നതുകൊണ്ട് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും നല്ലത് തിരഞ്ഞെടുക്കും. പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ പ്രധാനമായിട്ട് വിശ്വാസികളോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ പാസ്റ്ററുടെ ജീവിതത്തിലോ മറക്കാനാവാത്ത ചില സംഭവങ്ങളുണ്ടല്ലോ, ദൈവം അത്ഭുതകരമായി വിടിവിച്ച ചില സന്ദർഭങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ 2000-ൽ ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന പൈനാപ്പിൾ ജംഗ്ഷന് തൊട്ടടുത്ത്, ഇപ്പം ഞാൻ ഇപ്പം താമസിക്കുന്ന ഈ സ്ഥലത്തിനടുത്ത് ഒരു ആഗ്രോ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ വലിയ വളവാണ്. രാവിലെ 7 മണിക്ക് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു നായ്ക്കുട്ടി കുറുകെ ചാടി ഞാൻ ബൈക്കിൽ നിന്ന് വീഴാനിടയായി തീർന്നു. അപ്പം ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പെയാണ്, 2013-ലാണ് ഞാൻ ശുശ്രൂഷ തുടങ്ങുന്നത്. 2000-ലാണ് ഈ ആക്സിഡൻ്റ് എനിക്ക് സംഭവിക്കുന്നത്. അത് ചർച്ചിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ വണ്ടി ഒരു 70 മൈൽ സ്പീഡിൽ ഓടി വരുമ്പം റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ 2 നായ്ക്കുട്ടികൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ആ നായ്ക്കുട്ടികളെ എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുമ്പം സിംഹത്തെ പോലാണ് നിൽക്കുന്നത്. അതിങ്ങനെ ജടകളൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന പോലെ ഒരു കാഴ്ചയാണ് ദൈവം എന്നെ കാണിച്ചത്. പക്ഷേ നായ്ക്കുട്ടികളാണ്. പക്ഷേ എൻ്റെ കണ്ണിൽ അത് സിംഹം പോലെ, അതായത് വചനത്തിലൊരു വാക്യമുണ്ടല്ലോ, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഊടാടി സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സിംഹം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാനെന്നാൽ ഇത് ഇപ്പുറത്ത് കടക്കുമെന്ന് എനിക്ക് മനസ്സിലായി, ഓപ്പോസിറ്റ് ചാടുമെന്ന് എനിക്ക് മനസ്സിലായി. 70 മൈലോളം സ്പീഡിൽ ഞാൻ രാവിലെ പോവുക. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇത് ചാടിയാൽ നമ്മളുടെ അടുത്തോട്ട് എത്തുന്നതിന് മുമ്പ് വണ്ടി അങ്ങ് പാസ് ചെയ്ത് പോകാം എന്ന് ചിന്തിച്ച് ഞാൻ ഒന്നുകൂടെ കൈ കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആക്സിലേറ്ററിൽ ഒന്നുകൂടെ ഞാൻ കൈ കൊടുത്തു. പക്ഷേ പറ്റി നേരെ ഓടി വന്ന് ടയറിനിടയിൽ കയറുകയും ആ ഇടിയിൽ, ഞാൻ പറഞ്ഞല്ലോ 70 മൈലോളം സ്പീഡിലാണ് വരുന്നത്, ആ ഇടിയിൽ ആ നായ ചത്തുപോകാനിടയായി. പക്ഷെ ഞാൻ ഒരു ഭയങ്കര ഹൈറ്റിൽ സിനിമാ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത് പോലെ ഞാൻ തെറിച്ച് മേളിലേക്ക് ഉയർന്നു പോയി. എൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ മേളിലിങ്ങനെ ആകാശത്തേക്ക് പോവുകയാണ്. മേളിലോട്ട് പോകുമ്പം എൻ്റെ കാതിൽ ആരോ പറയുകയാണ്, തറയിൽ വീണ് നിൻ്റെ തല തകരാതിരിപ്പാൻ. അന്ന് ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഹെൽമെറ്റ് വലിയ നിർബന്ധമുള്ള കാലമല്ല. തല തകരാതിരിപ്പാൻ നിൻ്റെ കൈ കൊണ്ട് സൂക്ഷിപ്പാൻ എന്നോടൊരു ശബ്ദം, ദൈവശബ്ദം എന്നെ കേൾപ്പിച്ചു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഈ കയ്യെ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ അടഞ്ഞിരിക്കുകയാണ്, എന്തോന്നൊരു പിടിയില്ല, ശബ്ദം ഞാൻ കേട്ടു. പക്ഷേ എൻ്റെ കൈ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ താഴോട്ടാക്കി. ആ റോഡിൽ എൻ്റെ കൈ ഒരഞ്ഞ്, എൻ്റെ തലയ്ക്ക് യാതൊരു കുഴപ്പവും വരാതെ കയ്യിലെ തൊലി മൊത്തം പോയി ഒരഞ്ഞ് നീങ്ങി ഞാൻ മുമ്പോട്ട് പോകാനിടയായിരുന്നു. എൻ്റെ പുറകിൽ ഒരു ജീപ്പുകാരൻ കടന്നു വന്നു. അദ്ദേഹം അത് കണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, അയ്യോ ഈ ആളിന് താഴെ വീണാൽ എന്തായി തരും, അത്ര ഹൈറ്റിൽ ഞാൻ പൊങ്ങിപ്പോയി. 70 മൈൽ സ്പീഡിൽ വന്നുള്ള ഇടിയിലുണ്ടായിരുന്ന ആ പൊക്കം. പക്ഷെ എനിക്കൊരു പോറൽ പോലും വരാതെ, എൻ്റെ ശരീരത്ത് ഒരു കുഴപ്പവും വരാതെ
ഈ ശബ്ദം ചെവിയിൽ കേട്ടതുകൊണ്ട് മാത്രം എൻ്റെ കൈ ഞാനിങ്ങനെ വെച്ചു. അന്നും ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, പിശാച് തകർക്കാൻ നോക്കിയ സ്ഥാനത്ത്, അതായത് ഈ ശുശ്രൂഷ വെളിപ്പെടേണ്ട സ്ഥാനത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടുന്ന് ദൈവം അത്ഭുതകരമായി എന്നെ രക്ഷിച്ചു. അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട്, വിവരിച്ചാൽ സമയം പോരാ. അതുപോലെ തന്നെ മറ്റൊരു അത്ഭുതമാണ് ഇന്നും മറക്കാൻ കഴിയാത്ത. ഞാൻ ഇന്നിപ്പം ഇവിടെ ആയിരിക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ അതിനകത്ത് വരും. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശുശ്രൂഷയൊക്കെ തുടങ്ങി 2013 ഞാൻ ഇളമ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഇളമ്പലിലൂടെ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടുത്തെ മൈക്കുകളിലൂടെ വെച്ച് ഇങ്ങനെ ഭയങ്കര ശബ്ദങ്ങൾ, അവിടുത്തെ ഭജനയൊക്കെ ഇങ്ങനെ നടക്കുക റോഡിൽ. ഞാൻ ബൈക്കിൽ യാത്ര ചെയ്ത് വരിക. ഇന്ന് ഇളമ്പലിൽ സ്ഥിതി ചെയ്യുന്ന ഫെഡറൽ ബാങ്കിൻ്റെ മുമ്പിൽ ഞാൻ എത്തിയപ്പോൾ എൻ്റെ കാതിലൊരു ശബ്ദം കേൾക്കുകയാണ്. വെടി പൊട്ടുന്ന ഒരു വലിയൊരു ശബ്ദം. ആരോ എന്നോട് സംസാരിച്ചു. എൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ? ഒറ്റ വാക്ക്. ഞാൻ വണ്ടി പല്ലേ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ ഇടം വല്ല ഞാൻ നോക്കുമ്പോൾ ആരെ കാണുന്നില്ല. ഹെൽമെറ്റ് ഞാൻ മാറ്റി. അപ്പോൾ എന്നെ ടേൺ തിരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റായിട്ടൊരു ഗ്രൗണ്ട് കിടപ്പുണ്ട്. ഇവിടെ എൻ്റെ ശബ്ദം കേൾപ്പിക്കണം എന്ന് രണ്ടാമത്തെ ഒരു ശബ്ദം കൂടെ ഞാൻ കേട്ടു. അത് കേട്ടപ്പോൾ ഞാൻ ഉടനെ ആ സ്ഥലം നോക്കി. ഇതാരുടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ തൊട്ടടുത്തുള്ള ഒരു പെയിൻറ്റ് കടക്കാരനോട് ചെന്ന് ചോദിച്ചത് ആരുടെയാണ് ഈ സ്ഥലം? അപ്പം പറഞ്ഞാൽ അവിടെയുള്ള ഒരു ബേക്കറിയിലെ ഒരു സഹോദരൻ്റെ കടയാണ്. അദ്ദേഹവും ഞാനുമായിട്ട് ഭയങ്കര ആത്മബന്ധമുള്ള ഒരാളാണ്. നേരെ ഞാൻ എൻ്റെ പൊന്നിലോട്ട് പോകേണ്ട യാത്രയൊക്കെ ഒഴിവാക്കി ഞാൻ ആ ബേക്കറി ചെന്നു. മോഡേൺ ബേക്കറി എന്ന് പറയും. അടുത്തത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ജോസ് എന്നാണ് പേര്, അച്ഛാ ഞാനൊരു ദൈവിക ശബ്ദം കേട്ടു, ദൈവവചനം വിളിച്ച് പറയാനായിട്ട് ഈ നിങ്ങളുടെ ആ ഗ്രൗണ്ട് ദൈവം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് അതിനൊരു അവസരം തരണമെന്ന്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ദൈവവചനം വിളിച്ച് പറയാനല്ലേ. അദ്ദേഹം ഒരു TPM വിശ്വാസി കൂടിയാണ്. അതിനൊരു കുഴപ്പമില്ല പാസ്റ്ററെ, അത് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, പ്രാർത്ഥിക്കണം, ആ വസ്തു ഒന്ന് വിറ്റ് പോകാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ആരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ പറയത്തില്ലെന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാനത് പ്രാർത്ഥിക്കത്തില്ല. കാര്യം ദൈവാത്മാവ് കാണിച്ച ആ സ്ഥലത്ത് ദൈവശബ്ദം കേൾപ്പിക്കാൻ. നിങ്ങളതപ്പം വിറ്റുപോകാൻ ഞാൻ പ്രാർത്ഥിച്ചാൽ ഈ ദൈവശബ്ദം ഞാൻ എങ്ങനെ അവിടെ കേൾപ്പിക്കും? അതുകൊണ്ട് അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം വിറ്റ് തരും. അതുകൊണ്ട് ഇപ്പം ഞാനത് പ്രാർത്ഥിക്കത്തില്ല. അദ്ദേഹം ആ ഗേറ്റിൻ്റെ ചാവി തന്നു. ഞങ്ങളവിടെ കാടൊക്കെ വെട്ടിച്ച് അവിടെ ഒരു കൺവെൻഷൻ നടത്താനായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു. അന്ന് എൻ്റെ വലിയ സാമ്പത്തികമായ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അതിനടുത്തുള്ള ഒരു AG സഭയുമായിട്ട് ചെന്ന് ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, ഇവിടെ ഒരു കൺവെൻഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുക. പാസ്റ്ററിൻ്റെ എല്ലാ വിധമായ ഹെൽപ്പും, ഞാൻ ഉദ്ദേശിച്ച ഹെൽപ്പ് എന്ന് ഉദ്ദേശിച്ചത് എന്തെങ്കിലും അത്യാവശ്യത്തിന് വെള്ളം മേടിക്കാനോ അങ്ങോട്ട് വെള്ളം എടുക്കാനോ തൂമ്പ എടുക്കാനോ ഒക്കെ വന്നോ സഹായിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പാസ്റ്ററുടെ മനസ്സിൽ പാസ്റ്റർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഇതങ്ങ് നടത്താം, പാസ്റ്റർ ഒറ്റയ്ക്ക് നടത്തേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിൽക്കാം. അന്ന് എൻ്റെ കയ്യിലും പൈസയില്ല. അങ്ങനെ അദ്ദേഹം കൂടെ പറഞ്ഞ് ഞങ്ങൾ ഒരു UPF ക്രമീകരിക്കാൻ ഇടയായിട്ടുണ്ട്. അമ്പലം UPF ഏകദേശം 8ഓളം സഭകൾ ചേർന്ന് ആദ്യത്തെ വർഷം അത് ചെയ്തു. ആ ചെയ്ത സമയത്ത് 5 പൈസയും കയ്യിലില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. 88,000 രൂപ ഞങ്ങൾക്ക് ചിലവായി ആ വർഷം. അപ്പം അധികം പിരിവോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ചെയ്തിരുന്നില്ല. പക്ഷെ കണക്കെല്ലാം കൂട്ടി കൺവെൻഷൻ്റെ ചിലവ് നോക്കിയപ്പോൾ കറക്റ്റ് 88,000 രൂപ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവാത്മാവ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ, ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അവൻ ആർക്കും കടക്കാരനല്ല. 1 രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടം വരാതെ ആ കൺവെൻഷൻ വളരെ അനുഗ്രഹമായി തീർന്നു. പിൽക്കാലങ്ങളിൽ ആ കൺവെൻഷൻ അനേക ദേശത്തുള്ള അനേക ദൈവമക്കൾ അത് ഏറ്റെടുത്ത് അവർ സാമ്പത്തികം തരാൻ തുടങ്ങി. ഇപ്പോൾ 22ഓളം ദൈവസഭകൾ ചേർന്ന് കഴിഞ്ഞ 12 വർഷമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ അവിടെ നിൽക്കുക. ഒരു വലിയ മിച്ചം. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ 25,000 മുതൽ ഇങ്ങോട്ട് വന്ന് ഇപ്പം ഏതാണ്ട് 50-ന് മേളിൽ രൂപ ദൈവം മിച്ചം വരത്തക്കവണ്ണം എല്ലാവർക്കും ഭക്ഷണം വരെ കൊടുത്ത് ഒരു വലിയ കൺവെൻഷൻ നടത്താൻ ദൈവം കൃപ നൽകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായി പല വർഷങ്ങളിലും ഞാനുമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ട്രസ്റ്റി കൂടെയാണ്. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. പിന്നെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാൻ പോവുകയാണ്. പാസ്റ്ററുടെ പ്രവർത്തനങ്ങളൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാസ്റ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പൈനാപ്പിളിലാണ് മെയിനായിട്ടുള്ള പ്രവർത്തനമെങ്കിലും ഈ പരസ്യ മീറ്റിങ്ങിനോട് ബന്ധത്തിൽ ആരെവിടെ ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുടെ സിസ്റ്റവും കാര്യങ്ങളും വെച്ച് അവിടെ ഞങ്ങൾ സുവിശേഷ പ്രവർത്തനം, മുറ്റത്ത് കൺവെൻഷൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ സുവിശേഷ വേലക്കാരോട്, പുതുതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരോടൊക്കെ പാസ്റ്റർക്ക് എന്താണ് ഒരു സന്ദേശം പറയാനുള്ളത്? പാസ്റ്ററുടെ ഇത്രയും നാളത്തെ ജീവിതവും അനുഭവവും ഒക്കെ വെച്ചുകൊണ്ട്. സുവിശേഷ വേല എന്ന് പറയുന്നത് ദൈവത്തെ ഒരു ശുശ്രൂഷയാണ്. ഒരു ജോലിയല്ല. ഇന്ന് പലരിലും ഞാൻ കണ്ടിരിക്കുന്നത് ഒരു ജോലിയായിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് പലരിലും ഫീൽ ചെയ്യാറുണ്ട്. ജോലിയല്ല. ജോലിക്ക് കൂലി മേടിച്ച ആൾക്കാർ കൂലിക്കാർ മടങ്ങിപ്പോവും. അങ്ങനൊരു അനുഭവമാണ് പലർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ശുശ്രൂഷയാണ്. ഇവിടെ നമുക്കൊരു പ്രതിഫലവും ലഭിച്ചില്ലെങ്കിലും ദൈവം നമുക്ക് പ്രതിഫലം
തന്നിരിക്കും. അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തല്ല, അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തല്ല. ശുശ്രൂഷ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് ഫ്രീ ആയിട്ട് കൊടുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് പലരിലും ഞാൻ കാണുന്നത് ഇതൊരു ജോലിയായിട്ട് ചിലർ ഏറ്റെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മറ്റാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഫീൽ ചെയ്തുള്ള കാര്യമാണ്. പിന്നെ പലരും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ മാനുഷികമാണ്. പലരും തളർന്നു പോകാറുണ്ട്, വിശ്വാസത്തിൽ നിന്ന് പിന്മാറാറുണ്ട്, അവർ പ്രാർത്ഥന ചുരുക്കാറുണ്ട്, ആരാധന മുടക്കാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അതുപോലെ നമ്മുടെ മേൽ ചൊരിയപ്പെടും. അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ സുവിശേഷം, അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ട ഒരു ആവശ്യകത എന്താണ്? പൊതുവെ നമ്മുടെ കേരളത്തിൽ മദ്യം, മയക്കുമരുന്ന്, ലഹരി ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഒരു വലിയ വർധനവുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതവും സന്ദേശവും സമൂഹത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ഇന്നത്തെ കാലത്ത് സുവിശേഷത്തിന് ഏറ്റവും വിലയുള്ളൊരു സമയമാണിത്. നമ്മൾ വിചാരിച്ചത് നമുക്ക് മാത്രമേ ഇത് അറിയത്തുള്ളെന്നാണ്. ജാതികളിൽ പോലും പലർക്കും സുവിശേഷത്തെക്കുറിച്ച് വലിയ ഭയമുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, യേശു രക്ഷകനാണെന്നറിയാം. പക്ഷെ നമ്മുടെ പ്രസൻറ്റേഷനും നമ്മുടെ ജീവിതവും ഒന്നുകൂടെ ക്ലിയർ ആക്കിയാൽ ഇവരൊക്കെ ഈ വിശ്വാസത്തിലേക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നമ്മുടെ ബുദ്ധിയിലാണ് നമ്മൾ അതെന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഈ കുഴപ്പം സംഭവിക്കുന്നത്. ദൈവം ഒരാളോട് എങ്ങനെ ഇടപെട്ടോ അതുപോലെ യേശു ഒരാളോട് എങ്ങനെ ഇടപെട്ടോ അതുപോലെ ഇറങ്ങി പ്രവർത്തിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുവിശേഷം എല്ലാവരിലേക്കും വ്യാപരിക്കും. സുവിശേഷത്തിന് വളരെ വിലയുള്ളൊരു കാലഘട്ടമാണിന്ന്. ലോകത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലവും സുരക്ഷിതമല്ല എന്നൊരു ഒരു 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 കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബസ്സിൽ യാത്ര ചെയ്താലോ ട്രെയിനിൽ യാത്ര ചെയ്താലോ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരുന്നാലോ അവിടെയൊന്നും നമ്മളാരും സുരക്ഷിതരല്ല. പിന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നാം എല്ലാം സുരക്ഷിതരാണ്. എന്നാൽ സുവിശേഷം നമ്മൾ പറയുമ്പോൾ തന്നെ അത് നമ്മുടെ പറയുന്നവർ ആ പ്രവൃത്തിയിലൂടെ ഒന്ന് ജീവിച്ചും കൂടെ കാണിച്ചാൽ തീർച്ചയായിട്ടും അനേകരെ നേടുവാൻ നമുക്ക് സാധിക്കും. പലരും നമ്മളെ നോക്കാറുണ്ട്. സുവിശേഷം പറയുന്നത് നമ്മളെങ്ങനെയാണെന്ന് അവർ നോക്കാറുണ്ട്. നമ്മളെ അവർ നോക്കുമ്പോൾ നമ്മൾ ആ സുവിശേഷത്തിന് വേണ്ടുന്ന ആ പ്രവൃത്തിയും കൂടെ നമ്മളിൽ നിന്ന് വെളിപ്പെടുവാൻ ഇടയായാൽ തീർച്ചയായിട്ടും ദൈവനാമം മഹത്വപ്പെടും, അനേകരിതിലേക്ക് അടുത്തു വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഏത് മേഖലകളിലാണ് പാസ്റ്റർ കൂടുതൽ പ്രയോജനപ്പെടുന്നത്? ഗാന ശുശ്രൂഷയുണ്ട്, വിവിധ തലങ്ങളിൽ അത് ചെയ്യാറുണ്ട്, ടീമുണ്ട്. അനേകയിടങ്ങളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം അത്ഭുത സൗഖ്യം എൻ്റെ കണ്ണിന് മുമ്പിൽ കാണുവാൻ ദൈവം കൃപ നൽകി. അത് മരണകരമായ രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിടുവിച്ച സാക്ഷ്യം അനേകരുടെ കേൾക്കാനിടയായി തീർന്നു. അങ്ങനൊരു രോഗശാന്തിയുടെ വരം ദൈവം തന്നതായിട്ട് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അനേക ഇടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ടീമിൻ്റെ പേര് തന്നെ റാഫ എന്ന സൗഖ്യമാക്കുന്ന യഹോവ. അങ്ങനെ സഭയിൽ വന്ന അനേകർക്ക്, കൂട്ടിക്കൊണ്ടുവന്ന അനേകർക്ക് വന്ന അനേക രോഗങ്ങൾക്ക് ദൈവം അത്ഭുത സൗഖ്യം കൊടുത്തു. അതിനൊരു ഉദാഹരണം, ഒരു ഒരു അനുഭവം കൂടെ വേണമെങ്കിൽ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറയുക. ഒരിക്കൽ ഞങ്ങളുടെ സഭയെടുത്തൊരു കൺവെൻഷൻ നടത്തി. ബിഗിനിങ് ടൈമിൽ 2015 കൺവെൻഷൻ നടത്തുകയാണ്. ആ കാലത്ത് ഞങ്ങൾ സ്റ്റേജൊക്കെ ഇട്ട് വലിയ ജോലിയിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പം പത്തനാപുരത്ത് നിന്നൊരു മുസ്ലിം കുടുംബം, ഒരു കാറിനകത്ത് ഒരു 5 പേരടങ്ങുന്ന ഒരു കുടുംബം ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ ഞങ്ങളുടെ സഭാ ഹാളിനടുത്ത് വന്നു. അപ്പോൾ ഞങ്ങൾ പന്തലിൻ്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളവരോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അവരുടെ അമ്മയ്ക്ക് കണ്ണ് രണ്ടും കാണില്ല, കിഡ്നി രണ്ടും ഫെയിൽഡായി, ശരീരമൊക്കെ നീരടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുക. പക്ഷെ ഞങ്ങൾ ഈ വചനമൊക്കെ പറയുന്നെങ്കിലും ഞങ്ങൾ ഈ കൺവെൻഷൻ്റെ തിരക്കിലായതുകൊണ്ട് ഞങ്ങൾ അവരോടൊന്ന് വെയിറ്റ് ചെയ്യേ, കൺവെൻഷൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പിന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അവർ ആ 12 മണി മുതൽ രാത്രിയിലെ കൺവെൻഷൻ, അന്ന് കേബ്രാമാണ് ഇവിടെ പ്രസംഗിക്കുന്നത്, കൺവെൻഷനുമൊക്കെ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് എല്ലാവരും പോയിട്ടും ഇവർ പോയിട്ടില്ല, ഇവരോട് നിൽക്കുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ വീണ്ടും ഇവർ പ്രാർത്ഥനയ്ക്കാവുന്നല്ലോ വന്നെന്നൊരു ചിന്ത ഞങ്ങൾക്ക് പെട്ടെന്ന് വന്നത്. കാര്യം ഇവർ ഉച്ചയ്ക്ക് വന്നെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി തിരക്കായതുകൊണ്ട് ഇവരെ ഒരു സ്ഥലത്ത് മാറ്റി പോയി. അവസാനം അവരെ വിളിച്ച് 10 മണി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ചർച്ചിനകത്ത് ഞങ്ങൾ ഒരു 10-12 പേര് ദൈവദാസന്മാരുൾപ്പെടെ ഞങ്ങളവരെ താഴെ ഹാളിൽ കൊണ്ടുപോയി ഞങ്ങൾ പ്രാർത്ഥിക്കാനിടയായി. പ്രാർത്ഥിച്ചു. അവരുടെ ശരീരത്ത് പൈശാചിക ശക്തികളുണ്ടായിരുന്നു, അത് വിട്ടുപോകാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ ക്ഷീണത്തിലാണ്. പകലത്തെ വേലയും കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിലുള്ളൊരു ആൻറ്റി എന്നോട്, പാസ്റ്ററുടെ കൈ അവരുടെ കണ്ണിലോട്ട് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു. അതുവരെ എനിക്കങ്ങനൊരു വിശ്വാസം തോന്നിയില്ല.
പക്ഷേ ഞാൻ അവരെ കണ്ണിലോട്ട് കൈവച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ഇവരോടൊരു കാര്യം ചോദിച്ചായിരുന്നു, നിങ്ങൾ മുസ്ലിങ്ങളാണല്ലോ, എന്താണ് നിങ്ങൾക്ക് ഇതിൽ വരാനുള്ള വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, യേശു കുരുടന്മാരുടെ കണ്ണ് സൗഖ്യമാക്കിയിട്ടുണ്ട്, യേശു ചെകിടരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഇതെല്ലാം ഞങ്ങൾ വായിച്ച് കേട്ടിട്ടുണ്ട്, അത് സാധിക്കും, അത് അനുഭവിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ കൈവച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് ഈ ആൻറ്റി പറയുമ്പോൾ ഞാൻ കൈവച്ചത് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ ഇവർക്ക് വിശ്വാസമുണ്ട് അവർ സൗഖ്യമാകുമെന്ന്, കർത്താവിൻ്റെ കാര്യം ഇവരിലൊന്ന് തൊടണം, ഇവരെ കണ്ണൊന്ന് കാഴ്ച പ്രാപിക്കണം. കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ കൈയെടുക്കുകയും ഇവരെ കണ്ണ് തുറക്കുകയും ഇവർ ഉടൻ തന്നെ ആ ഇരിപ്പിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് അടുത്ത് നിൽക്കുന്നവരുടെ ബന്ധുക്കാരെയും മോനെയും ഭർത്താവിനെയും അവരുടെ സഹോദരിയൊക്കെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞ് ആ ഹോളിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പലതും നമുക്ക് വേണ്ടതുപോലെ ഒരു വിശ്വാസമില്ലാത്തതുകൊണ്ട് പലതും നടക്കുന്നില്ല. ആ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കും ഒരു വിശ്വാസം വന്ന് പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ അനേക കണ്ണ് കാണാൻ വയ്യാത്തൊരു 3ഓളം പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ അവിടെ വെച്ച് തന്നെ സൗഖ്യമാകാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കണ്ണ് കാണാൻ വയ്യാത്ത ഒരു സഹോദരൻ ഞങ്ങളുടെ ഒരു 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ അവിടെ വരികയും അദ്ദേഹത്തിന് കണ്ണ് നന്നായിട്ട് പ്രാർത്ഥിച്ച് കണ്ണ് കാഴ്ച പ്രാപിച്ച് ബൈബിൾ വായിച്ച് സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. പിന്നെ അനേക രോഗികളെ അങ്ങനെ സൗഖ്യമാക്കുന്ന ഹീലിംഗ് ഒരു മിനിസ്ട്രിയിലേക്ക് ദൈവം കൊണ്ടുവന്നു. അങ്ങനെ ആ മിനിസ്ട്രി ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. അനേക ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് അനേകർ വിളിക്കാറുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഇനി എന്താണ് പാസ്റ്ററുടെ ഭാവി പദ്ധതികളൊക്കെ എന്താണ്? ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആഗ്രഹിക്കുന്നത്? അതോടൊപ്പം തന്നെ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ ഏതൊക്കെ ആവശ്യകതകളാണ് ഉള്ളത്? അതോടൊപ്പം ഏതൊക്കെ പ്ലാനുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്? സത്യസന്ധമായിട്ട് സുവിശേഷ വേല ചെയ്യണമെന്നാണ് പൂർണ്ണമായ ആഗ്രഹം. അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പലയിടങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വെളിയിൽ നിന്നല്ല തടസ്സം, അകത്തുനിന്ന് തന്നെ നമുക്ക് തടസ്സങ്ങളുണ്ട്. അത് വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ എനിക്ക് ദൈവം തന്നൊരു കാഴ്ചപ്പാട്, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെയും അതൊരു വിജയത്തിലേക്കാണ് ദൈവം നടത്തുന്നത്. അപ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും ഞാൻ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവ് നിൻ്റെ വേലയാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരണം. ഞാനങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ഈ മിനിസ്ട്രിയെ കുറച്ചുകൂടി വിപുലപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. 5ഓളം ഞാൻ പറഞ്ഞില്ല ദേവദാസന്മാർ, ശക്തന്മാരായ ദേവദാസന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവരെ ഓരോ പ്രവർത്തന സ്ഥലങ്ങളിൽ ഏൽപ്പിച്ച് പ്രവർത്തനം വിശാലമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ആരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അവരെ ഓരോ വേല സ്ഥലങ്ങൾ കണ്ട് അവരെ അവിടേക്ക് ആക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു 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 ടീം വർക്ക് ചെയ്യാനായിട്ട് ഒരു എയിം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. ദൈവം അനുവദിച്ചാൽ ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2018 ആണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായ വെള്ളപ്പൊക്കം സംഭവിച്ചു. വെള്ളപ്പൊക്കം സംഭവിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ ഒരു ദിവസം ഒരു വെളുപ്പാങ്കാലത്ത് ഒരു 4 മണിക്ക് ഞാനൊരു ദർശനം ദൈവാത്മാവിനെ കാണിച്ചു. അത് വെള്ളത്തിലൂടെ ഒത്തിരി പേര് ഒഴുകിപ്പോകുന്നു, ഒത്തിരി പേര് വെള്ളത്തിലൂടെ മരണമടയുന്നൊരു രംഗം ഞാൻ ദർശനത്തിലൂടെ കാണാനിടയായി. എൻ്റെ വൈഫിനോട് ഞാൻ എഴുന്നേറ്റ് ആ രാത്രി ഞങ്ങൾ ഒരുമിച്ച് കരക്കോർത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു ദർശനം കണ്ടു, വെള്ളപ്പൊക്കത്തിലൂടെ അനേകർ മരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടും പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആയി ഒരു 2 മണിയായപ്പം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഒരു പത്രസമ്മേളനം നടത്തുക, ഒരു ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് വെള്ളം ഒത്തിരി കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജനങ്ങളുടെയൊക്കെ അഭിപ്രായം തേടുന്ന ഒരു കാര്യം 2018 ഞാൻ ഇന്ന് ഓർക്കുന്നു, ഓഗസ്റ്റ് മാസമാണെന്ന് തോന്നുന്നു, ആ ദിവസം ഇങ്ങനൊരു ലൈവ് പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കുക മുഖ്യമന്ത്രിയുടെ. അപ്പോൾ ഒത്തിരി പേർ ഒത്തിരി അഭിപ്രായങ്ങൾ ഇങ്ങനെ എഴുതി അതിനകത്ത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ അഭിപ്രായം എഴുതിക്കൊണ്ട് ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഞാൻ അന്ന് വെളുപ്പിനെയാണ് ഈ ദർശനം കൂടെ കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നൽ വന്നു. ഞാൻ അതിനകത്ത് ഇങ്ങനെ എഴുതി, സാറേ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ മുക്കുവന്മാരെ വിളിച്ച് വള്ളങ്ങളെ ഇറക്കി ആ ദേശങ്ങളിൽ കൊടുത്താൽ തീർച്ചയായിട്ടും അതെങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന് എനിക്ക് അറിയത്തില്ല, ഞാനതിങ്ങനെ എഴുതി കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാനത് എഴുതിയതൊരു 3 മണിക്കാണ്. ഒരു 4-4:30 ആയപ്പോൾ ഞാൻ ഈ ന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ എഴുതി, വള്ളങ്ങളെ നമ്മുടെ മുക്കുവന്മാരെ വിട്ടാൽ അവർക്കത് ചെയ്യാൻ കഴിയും, അവരത് നമ്മുടെ ആൾക്കാരെ രക്ഷിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്, അവർക്ക് 2 കഴിവുണ്ട്. ഒന്ന്, യാതൊന്നിനെയും അവർ ഭയപ്പെടത്തില്ല, ഭയപ്പെടാത്തൊരു മനസ്സ് മുക്കുവന്മാർക്കുണ്ട്. മറ്റൊന്ന്, ഭക്ഷണം വെടിഞ്ഞും അവർ
എന്താ പറയുക, വിശന്നുകൊണ്ടും ഈ ജോലി ചെയ്യാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് അവരെ ഒന്ന് പരീക്ഷിച്ചാൽ നല്ലതാണെന്ന്, വള്ളങ്ങളെ ഇറക്കിയാൽ കൊള്ളാമെന്ന് ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് അതിനകത്ത് എഴുതി വിട്ടു. ഒരു 4:30 ആയപ്പോൾ, 1.5 മണിക്കൂർ കഴിഞ്ഞു, 4:30 ആയപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ വാർത്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പല സ്ഥലങ്ങളും, തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ വലിയ വലിയ ലോറികളിൽ ഈ വള്ളങ്ങൾ എടുത്ത് അവർ വെച്ച് ഇങ്ങനെ ചെങ്ങന്നൂരിലേക്കും പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഞാനാണ്. കാര്യം ദൈവമേ, ഇതെങ്ങനെ സാധിച്ചു? അന്ന് കേരളം പറഞ്ഞു, കേരളത്തിൻ്റെ സൈന്യമായിട്ട് തന്നെ അവരെ കരുതാനിടയായി തീർന്നു. അവർ വന്ന് അനേകം രക്ഷിക്കുന്നത് കാണാനായിട്ട് ഇടയാണ്. ഒരു ലോകത്തിൽ ഇതുവരെ സംഭവിക്കാത്ത, സാധാരണ ഹെലികോപ്റ്ററിലും മറ്റു രീതിയിലൊക്കെയാണ് ആൾക്കാർ രക്ഷിക്കുന്നത്. പക്ഷേ ലോകത്തിനൊരു മാതൃകയായിട്ടൊക്കെ രീതിയിൽ ഈ വള്ളങ്ങളിലൂടെ ആൾക്കാർ തുഴഞ്ഞു ചെന്ന് അനേക വീടുകളിൽ നിന്ന് അനേകം രക്ഷിക്കുന്നത് കാണാനിടയായത്. അതെൻ്റെ ജീവിതത്തിൽ വളരെ ഒത്തിരി അങ്ങനെയുള്ള ദർശനങ്ങൾ ദേശത്തോട് ഒക്കെ ഉള്ള ദൈവം എന്നെ കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം വിടുതൽ തന്നിട്ടുമുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥന പ്രോത്സാഹിപ്പിക്കാം. ക്രിസ്തുയേശുവിലൂടെ അളകൂടാതെ അടികൾ നിത്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സന്ധ്യാവേളയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങളെയൊക്കെ വിളിച്ച കാലങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ഒരു നിമിഷം സ്തോത്രം ചെയ്യുവാൻ ഈ രാത്രി നൽകിയ നല്ല ദർശനങ്ങൾക്കായി, നല്ല കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം. നിരുദാസനിലൂടെ കർത്താവെ, മീഡിയയിലൂടെ ഇന്ന് രാത്രിയിൽ കർത്താവെ അടിയന് ലഭിച്ച അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. അനേകരുടെ ജീവിതങ്ങളിൽ കർത്താവെ ഇത് പ്രചോദനമായി തീരുവാൻ, അനേകരുടെ മിനിസ്ട്രിക്ക് അതൊരു അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് കർത്താവിന് വേണ്ടി ശക്തമായി നിൽപ്പാൻ ഈ മെസ്സേജ് മൂലം ഇടയാക്കണമേ, ഈ സാക്ഷ്യം മൂലം ഇടയാക്കണമേ എന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുമായി കടന്നു വന്ന പാസ്റ്റർ സജുവിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നുണ്ട്. മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ. താൻ കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ടാകണം. കുടുംബമായി അനുഗ്രഹിക്കണം. തൻ്റെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കും, കൃപ പൊതിയണം. ഇത് കേൾക്കുന്ന എല്ലാവരെയും പ്രത്യാശയാൽ നിറയ്ക്കുകയും അവർക്കിത് കേൾക്കുമ്പോൾ തന്നെ കർത്താവെ ഒരു വലിയ ദൈവിക കൃപ അവരുടെ മേൽ വ്യാപരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ സാക്ഷ്യം മൂലം കർത്താവ് ഇടയാക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവനും എൻ്റെ കർത്താവ് എടുക്കും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾക്ക് ഉത്തരമുള്ള മാറാണമേ. സ്വർഗ്ഗ പിതാവേ, ആമേൻ.